മക്കളെ, ഒരു 5 മിനിറ്റ് കൊണ്ട് 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട് അല്ലെ. എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളോട് ചോദിക്കും. അപ്പൊ 3 ചോദിച്ചാൽ നമുക്ക് ബമ്പറാണ്, 9 മാർക്കാണ്. സോ വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോപ്സ് റിയാക്ഷൻ എന്താ, റീമർ ടീമൻ എന്താ, വില്യംസൺ സിന്തസിസ് എന്താ. അപ്പോ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന് മൂന്നെയും ഓർത്തിരിക്കാനായിട്ട് സാധിക്കുക? മക്കളെ, നമ്മൾ ഫീനോളിനെ എടുത്തിട്ട് ഈ ഒരു ഫീനോൾ കൂട്ടനെ ഞാനിവിടെ വരയ്ക്കാം. ഞാൻ ഫീനോളിനെ എടുക്കുന്നു. ഈ ഒരു ഫീനോളിനെ എനിക്കൊന്നെങ്കിൽ സാലിസിലിക് ആസിഡ് ആക്കാം, അല്ലെങ്കിൽ സാലിസിൽ ആൽഡിഹൈഡ് ആക്കാം. സാലിസിലിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനെയാണ് ഞാൻ കോപ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സാലിസിൽ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റുന്നതിനെ റീമർ ടീമൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഫീനോളിനെ എടുത്തതിന് ശേഷം ഫീനോളിനെ 2 കേസിലും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, 2 കേസിലും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഒന്നാമത്തെ കേസ്, അതായത് നമ്മുടെ കോപ്സ് റിയാക്ഷൻ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ്, ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ക്ലിയർ ആയോ? സോ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് NaOH. പിന്നീട് എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തേ? ആസിഡിഫൈ ചെയ്തു, ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഈ ഒരു റിയാക്ഷന് എൻഡിൽ നമുക്ക് കിട്ടുന്ന ആളാണ് നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് ഒരേ സമയം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും വരുന്ന നമ്മുടെ സ്വന്തം സാലിസിലിക് ആസിഡ്. അപ്പൊ ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് മക്കളെ നമ്മുടെ കോപ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡി? യെസ്. അടുത്ത് നോക്കിക്കേ, നമ്മൾ ഫീനോളിനെ എന്താ ചെയ്തത്? ഫീനോളിനെ നമ്മൾ NaOH മാറ്റി ട്രീറ്റ് ചെയ്യാണ്. ഈ NaOHന്റെ ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരാളാണ് CHCl3, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ക്ലോറോഫോം. Okay, so we are going to treat phenol with the chloroform. ഫീനോളിനെ ക്ലോറോഫോമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു in the presence of NaOH, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒബ്വിയസ്ലി രണ്ടാമതായിട്ട് ഇവനെ നമ്മളൊന്ന് അസിഡിഫൈ ചെയ്യും. അങ്ങനെ അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൻസിൻ റിങ്ങിലേക്ക് ഒരേ സമയം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും വരുന്ന നമ്മുടെ സ്വന്തം സാലിസിൽ ആൽഡിഹൈഡ്, അല്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽ എന്ന് വിളിക്കുന്ന ആളെ നമുക്ക് കിട്ടും. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ റീമർ ടീമാൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ 2 റിയാക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കേസിൽ ഫീനോളിനെ നമ്മൾ സാലിസിലിക് ആസിഡ് ആക്കി മാറ്റുന്നു, അതാണ് കോപ്സ് റിയാക്ഷൻ. രണ്ടാമത്തെ കേസിൽ ഫീനോളിനെ നമ്മൾ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നു, ഇതാണ് റീമർ ടീമൻ റിയാക്ഷൻ. കോപ്സ് റിയാക്ഷൻ ആണെങ്കിൽ NaOHും കാർബൺ ഡൈ ഓക്സൈഡും ആസിഡും. റീമർ ടീമൻ റിയാക്ഷൻ ആണെങ്കിലോ NaOHും ക്ലോറോഫോമും ആസിഡും. 2 പേരും സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പ്രോഡക്റ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും കൃത്യമായിട്ട് ഓർത്തിരുന്നോ. ഇനി 3ാമത്തെ റിയാക്ഷൻ ആണ് നമ്മുടെ സ്വന്തം വില്യംസൺ സിന്തസിസ്. മക്കളെ, വില്യംസൺ സിന്തസിസിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത് ഈഥറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡിനെ എടുക്കണം. ഈ ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട്, അല്ലെങ്കിൽ സോഡിയം അരൈൽ ഓക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ RX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. RONA എന്ന് പറഞ്ഞാൽ ഒരു സോഡിയം ആൽക്കോക്സൈഡ് ആണ്. ഇവരെ തമ്മിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ നമ്മുടെ സോഡിയവും ഈ ഹാലൈഡ് ഗ്രൂപ്പും കൂടെ പുറത്തേക്ക് പോകും. NaX ആയിട്ട് പുറത്തേക്ക് പോകും. മിച്ചമുള്ള ആൾക്കാർ തമ്മിൽ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ആളാണ് ROR എന്ന് പറയുന്ന ഈഥർ. അപ്പൊ നമ്മൾ വേർഡ്സിൽ എങ്ങനെ എഴുതും? when an alkyl halide is treated with the sodium alkoxide we get ether അല്ലെ. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈഥറിനെ കിട്ടും. എത്ര സിമ്പിൾ ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എപ്പോഴും മക്കളെ പ്രൈമറി ആയിരിക്കണം. എടുക്കുന്ന സോഡിയം ആൽക്കോക്സൈഡ് പ്രൈമറിയോ സെക്കൻഡറിയോ ടെർഷറി ആവും, ഒരു പ്രശ്നമില്ല. ബട്ട് ആൽക്കൈൽ ഹാലൈഡ് ഷുഡ് ഓൾവേസ് ബി പ്രൈമറി. എപ്പോഴും പ്രൈമറി ആയിരിക്കണം. അപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കാണിച്ചു തരാം. CH3Br എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതാരാ? നമ്മുടെ ബ്രോമോമീഥേൻ ആണ് അല്ലെ. ഇതിന്റെ ഒപ്പം ഞാൻ CH3ONA എന്ന് പറയുന്ന സോഡിയം മെത്തോക്സൈഡിനെ എടുക്കുന്നു. നിങ്ങൾക്കിനി പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം. എന്തായിരിക്കും മക്കളെ സംഭവിക്കുന്നുണ്ടാവുക? ഈ സോഡിയവും BRും കൂടെ NaBr പുറത്തേക്ക് പോകും. ശരിയല്ലേ? മിച്ചമുള്ള ആൾക്കാർ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ആളാണ് CH3OCl
H3 എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഡൈമീഥൈൽ ഈഥറിനെ കിട്ടും അല്ലെ. ഇങ്ങനെ ഈസി ആയിട്ട് ആര് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വില്യംസൺ സിന്തസിസ് വേർഡ് ബൈ വേർഡ് എഴുതാനും അതിന്റെ പ്രോഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനും ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ മക്കളെ ഇതേപോലെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ലാസ്റ്റ് നമ്മുടെ ഫൈനൽ മെഗാ മാരത്തോൺ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ലൈവ് എന്റെ കുട്ടികളാരും മിസ് ചെയ്യരുത്. ഓൾ ദ ബെസ്റ്റ്.